10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി ആണ്. ഇതിൽ 3 ചാപ്റ്ററാണ് വരുന്നത്. 2 പ്രോസും ഒരു പോയും. ഒന്നാമത്തെ ചാപ്റ്റർ, ഈ യൂണിറ്റിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. മാർത്ത സലിനാസ് എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അടുത്തതായി വരുന്നത് രസകരമായ ഒരു ഡ്രാമ അല്ലെങ്കിൽ 1 ആക്ട് പ്ലേ ആണ് ദ നെവർ നെസ്റ്റ്. സെഡ്രിക് മൗണ്ട് എഴുതിയ ഒരു 1 ആക്ട് പ്ലേ, ഏകാംഗ നാടകം. മൂന്നാമതായിട്ട് വരുന്നത് പോയട്രി, പാബ്ലോ നെരൂദയുടെ നല്ല ഒരു പോയം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. യൂണിറ്റ് 1, 2, 3 ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂണിറ്റ് 4 ആണ് ഇന്ന് നമ്മളിവിടെ തുടങ്ങുന്നത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് മാർത്ത സലിനാസ് എന്നാണ് അവളുടെ യഥാർത്ഥ പേര്. എന്നാൽ അവൾ മാർത്ത എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. മാർത്ത അവളുടെ ചെറുപ്പകാലത്തെ ഒരു ദുരനുഭവം പറയുകയാണ്. അവളുടെ ജീവിതത്തിലുണ്ടായ ഏതാനും ചില അല്ലെങ്കിൽ വളരെ ദുഃഖകരമായ ഒരു അനുഭവം. നോക്കാം എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫ്, ദ സ്മോൾ ടെക്സാസ് സ്കൂൾ ദാറ്റ് ഐ വെന്റ് ടു. അവൾ പറയുന്നത് അവൾ പഠിച്ച സ്മോൾ ടെക്സാസ് സ്കൂളിനെ കുറിച്ചാണ്. ടെക്സാസിലെ സ്കൂള്, ടെക്സാസ് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള സ്കൂളാണ് ടെക്സാസ് സ്കൂൾ. അപ്പം ടെക്സാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം. അപ്പം ടെക്സാസ് എന്ന സ്ഥലത്തിലെ ഒരു ചെറിയൊരു സ്കൂളാണ്. ആ സ്കൂളിലേക്കായിരുന്നു ഇവള് പോയിരുന്നത്. എന്ന് പറഞ്ഞാൽ മാർത്ത സലിനാസ് ഹാഡ് എ ട്രഡീഷൻ. ആ സ്കൂളിന് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം അല്ലെങ്കിൽ പരമ്പരാഗതമായത്, അല്ലെങ്കിൽ പണ്ടുകാലം മുതൽ ആവർത്തിച്ച് പോന്നിരുന്നത്, ഇപ്പോഴും ആവർത്തിച്ച് പോരുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യമായ ഒരു കാര്യം ക്യാരീഡ് ഔട്ട്, നടപ്പിലായി. ഇതിൻ്റെ ഫ്രേസൽ വെർബാണ് ക്യാരീഡ് ഔട്ട്. എന്താണ് ഫ്രേസൽ വെർബ് ക്യാരീഡ് ഔട്ട് എന്നത്? നടപ്പിലാക്കി. എവറി ഇയർ, എല്ലാ വർഷവും, ഡ്യൂറിങ് ദ 8th ഗ്രേഡ് ഗ്രാജുവേഷൻ. അതും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിഗ്രി ആയിട്ടാണ് കണക്കാക്കുന്നത്. 8ാം ക്ലാസ് വരെ ആ സ്കൂളിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. എന്താണ് ആ പരമ്പരാഗതമായ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ? അവരെന്തായിരുന്നു ആ സ്കൂളിൽ നടപ്പിലാക്കിയിരുന്നത്? എല്ലാ വർഷവും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഗ്രാജുവേഷൻ, ഒരു ബിരുദദാന അവാർഡ് നൽകാറുണ്ടായിരുന്നു. ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ബിരുദം, ഒരു അംഗീകാരം ആ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. എന്താണ് അവാർഡ്? എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് വാസ് അവാർഡഡ് ടു ദ ക്ലാസ് വാലഡിക്ടേറിയൻ. ഒരു മനോഹരമായ ഗോൾഡ് ആൻഡ് ഗ്രീൻ, എന്താണ്? സ്വർണ്ണ നിറമുള്ളതും അതുപോലെ തന്നെ സ്വർണ്ണ കളറും പച്ച കളറും കൂടി. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർണ്ണ കളറുണ്ട്, ഗോൾഡൻ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ജാക്കറ്റാണ്. എന്താണ്? ഒരു ജാക്കറ്റാണ് കൊടുക്കുന്നത്. ഒരു ജാക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ വക്കീലന്മാരുടെ കോട്ട് പോലെ വളരെ നീണ്ടിട്ടൊരു ഗൗൺ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊരു അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് ജാക്കറ്റ്. അപ്പോൾ ഒരു പച്ച കളറാണ്, ഗോൾഡൻ കളറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. അതാണ് ഇവരുടെ സ്കൂളിൽ കൊടുത്തിരുന്നത്. ആർക്കായിരുന്നു കൊടുത്തിരുന്നത്? ടു ദ ക്ലാസ് വാലഡിക്ടേറിയൻ. എന്താണ് ക്ലാസ് വാലഡിക്ടേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാലഡിക്ടേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആള്. ദ ബെസ്റ്റ് ഹൂ ഇൻ ദ ക്ലാസ്. അത് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച പഠനം കാഴ്ചവെക്കുന്ന ആൾ എല്ലാ മേഖലകളിലും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ വാലഡിക്ടേറിയൻ എന്ന് പറയുക. അപ്പോൾ ക്ലാസ്സിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആൾക്ക് ആണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡ് കൊടുക്കുന്നത്. ഏത് സ്കൂളിലാണ് കൊടുക്കുന്നത്? ടെക്സാസ് സ്കൂളിൽ എല്ലാ വർഷവും കൊടുക്കാറുണ്ടായിരുന്നു. ആർക്കാണ് ഇനി കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ദ സ്റ്റുഡൻറ്റ് ഹു ഹാഡ് മെയിൻറ്റെയിൻഡ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8th years. അപ്പം എന്താണ് പറഞ്ഞത്? ഒരു കുട്ടി, ഏതാണോ ആ കുട്ടി? ഹു ഹാഡ് മെയിൻറ്റെയിൻഡ്. ആ കുട്ടി എന്ത് ചെയ്തിരിക്കണം? നിലനിർത്തിയിരിക്കണം. മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്തുക, സസ്റ്റെയിൻഡ്.
റിറ്റൈൻഡ് എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നു. നിലനിർത്തണം എന്ത്? ഹയസ്റ്റ് ഗ്രേഡ്സ്, ഉയർന്ന ഗ്രേഡുകൾ ഫോർ 8 years. അതായത് 1ാം ക്ലാസ് മുതൽ 1, 2, 3, 4, 5, 6, 7, 8 ഈ 8ാം ക്ലാസ് വരെയുള്ള ഈ പഠന കാലയളവിൽ ഏറ്റവും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ആൾക്കാണ് ഈ അവാർഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, 8ാം ക്ലാസ്സിൽ മാത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരിക്കല്ല. നമ്മുടെയൊക്കെ സ്കൂളിൽ എന്താ ചെയ്യാറുള്ളത്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയവരെ അഭിനന്ദിക്കാറുള്ളത്. ഒരു പക്ഷേ ആ കുട്ടിക്ക് 9ാം ക്ലാസ്സിൽ മാർക്ക് കുറവായിരിക്കാം, അല്ലെങ്കിൽ അത്ര ഗ്രേഡ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവിടെ ഭയങ്കര ഒരു പ്രയാസമേറിയൊരു കണ്ടീഷനാണ്, നിബന്ധനയാണ്. കാരണം 1ാം ക്ലാസ്സിലും ഫസ്റ്റ് ആവണം, 2ാം ക്ലാസ്സിലും 3, 4, 5, 6, 7 ഫസ്റ്റ് ആവണം, 8 ഫസ്റ്റ് ആവണം. ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തും ഏറ്റവും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ആൾക്കാണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ആ അവാർഡ് കിട്ടുന്ന ആൾ ചില്ലറക്കാരനല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 8 വർഷം സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ അയാൾക്കാണ് ഫസ്റ്റ് ഉള്ളത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഹാഡ് എ ബിഗ് ഗോൾഡൻ എസ്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന്മേ ഒരു എസ് എന്ന ലെറ്റർ ഉണ്ടായിരുന്നു. ആ എസ് എന്നുള്ള ലെറ്റർ ഗോൾഡൻ കളറിലായിരുന്നു, അല്ലെങ്കിൽ ഗോൾഡ് ലെറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ പോലീസുകാരുടെ കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും, നെയിം ബോർഡ് കണ്ടിട്ടില്ലേ? അതുപോലെ ആ സൈഡിൽ ഒരു എസ് എന്ന ഒരു ലെറ്റർ ഉണ്ട്. ആ എസ് എന്നുള്ള ലെറ്റർ എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? സ്കോളർ. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്കോളർ. എന്താണ് സ്കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പണ്ഡിതൻ. എന്താ സ്കോളർ എന്ന് പറഞ്ഞാൽ? പണ്ഡിതൻ. അപ്പോൾ ആ കോട്ടിൽ എസ് എന്നൊരു ലെറ്റർ ഉണ്ട്. ഓൺ ദ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡ്, അതും എവിടെയാണ്? ഇടതുവശത്തായിട്ടാണ്. നമുക്കറിയാം, ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലേ, അവരുടെ ഷർട്ടിൻ്റെ പോക്കറ്റ് ഏത് സൈഡിലായിരിക്കും ഉണ്ടാവുക? ഇടത് ഭാഗത്തായിരിക്കും അധികം ഉണ്ടാവാറുള്ളത്. വലത് ഭാഗത്തുള്ളതുണ്ട്, പക്ഷെ കോമൺ ആയിട്ട് ഇടത് ഭാഗത്താണ്. ആ ഇടത് ഭാഗത്ത് ആ സൈഡിൽ തന്നെയാണ്, ആ പോക്കറ്റിൻ്റെ ആ സൈഡിൽ തന്നെയാണ് എന്തുള്ളത്? എസ് എന്ന ലെറ്റർ ഉള്ളത്. അപ്പോൾ നല്ലൊരു മെറ്റൽ, ലോഹത്തിലൊക്കെ ഉണ്ടാക്കിയതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് യുവർ നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ്. വാവ്, എന്താണ് നമ്മുടെ പേര് എന്ന് പറഞ്ഞാൽ ആ വിജയം നേടിയത് ആരാണോ, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയത് ആരാണോ, അയാളുടെ പേര് ഗോൾഡ് ലെറ്റേഴ്സിൽ ആ പോക്കറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ടെക്സാസ് സ്കൂളിലാണ് നമ്മുടെ മാർത്ത പഠിച്ചത്. ആ സ്കൂളിൽ പരമ്പരാഗതമായിട്ടുള്ളൊരു ആചാരമുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ആൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡ് കൊടുക്കാറുണ്ടായിരുന്നു. ആ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഗോൾഡൻ കളറും ഗ്രീൻ കളറും കൂടി ചേർന്നതായിരുന്നു. ആ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ ഇടതുവശത്തായിട്ട് എസ് എന്നൊരു ലെറ്റർ ഉണ്ട്. എസ് എന്നുള്ള ലെറ്റർ ഒരു പക്ഷേ സ്കോളർ അല്ലെങ്കിൽ പണ്ഡിതൻ എന്നതിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം. പോരാത്തതിന് ആ ഇടതുഭാഗത്ത് ആ പോക്കറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉപരിതല ഭാഗത്തായിട്ട് ഗോൾഡ് ലെറ്റേഴ്സിൽ നമ്മുടെ അല്ലെങ്കിൽ വിജയിച്ച ആളുടെ പേരും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം മാർത്തയുടെ സ്കൂളിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടല്ലോ. എന്തായിരുന്നു മാർത്തയുടെ സ്കൂളിൻ്റെ പ്രത്യേകത എന്നറിയാനുള്ള സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നൊരു അവാർഡ് കൊടുക്കാറുണ്ട്. ഇനി അവൾ പറയുന്ന അവളുടെ കുടുംബത്തിലെ പറ്റി അവളുടെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. മൈ ഓൾഡസ്റ്റ് സിസ്റ്റർ റോസി, എൻ്റെ മൂത്ത സഹോദരി. ഓൾഡസ്റ്റ് ആണല്ലോ, അപ്പം മൂത്തതാണ്. അപ്പം എൻ്റെ മൂത്ത സഹോദരി അല്ലെങ്കിൽ ഏടത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ താത്ത അല്ലെ, അവളുടെ മൂത്ത ജ്യേഷ്ഠത്തി സഹോദരി അല്ലെങ്കിൽ എന്താണ് റോസി ആയിരുന്നു അല്ലെ. ഹാഡ് വോൺ ദ ജാക്കറ്റ് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലെങ്കിൽ ഇതേ അവാർഡ് തൻ്റെ സഹോദരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ ഇതിനു മുമ്പും അവളുടെ ചേച്ചിക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മാർത്ത പറയുന്നത്. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ടു ഓൾസോ. അതുകൊണ്ട് തന്നെ തൻ്റെ ചേച്ചിക്ക് കിട്ടിയത് കാരണം തനിക്കും അത് കിട്ടണം എന്നൊരു പ്രതീക്ഷ, ഒരു വാശി മാർത്തയ്ക്കും ഉണ്ടായിരുന്നു. ഐ വാസ് 14. അന്ന് എനിക്ക് എത്ര വയസ്സായിരുന്നു? 14 വയസ്സായിരുന്നു. ഒരു മിനിറ്റ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിച്ചു. അവളും പ്രതീക്ഷിച്ചു. തൻ്റെ സഹോദരിക്ക് കിട്ടിയത് കാരണം തനിക്കും കിട്ടണം. അങ്ങനെ അവൾ ഹാർഡ് വർക്ക് ചെയ്തു. വളരെ നല്ല രീതിയിൽ അവൾ പഠിച്ചു. അന്ന് മാർത്തയ്ക്ക് 14 വയസ്സായിരുന്നു. ആൻഡ് ഇൻ ദ 8th ഗ്രേഡ്, 8ാം ക്ലാസ്സിലായിരുന്നു, 8th ഗ്രേഡിലാണ് അല്ലെങ്കിൽ 8th സ്റ്റാൻഡേർഡിലാണ് അവൾ ഉണ്ടായിരുന്നത്. നമുക്കറിയാം 8th സ്റ്റാൻഡേർഡിലാണല്ലോ ഈ അവാർഡ് കൊടുക്കുക.
ഐ ഹാഡ് ബീൻ എ സ്ട്രൈറ്റ് എ സ്റ്റുഡൻറ്റ് സിൻസ് ദ ഫസ്റ്റ് ഗ്രേഡ്. അവൾ പറയുന്ന ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഐ ഹാഡ് ബീൻ എ സ്ട്രൈറ്റ് എ സ്റ്റുഡൻറ്റ്. എന്താണ്? കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് എ സ്റ്റുഡൻ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രേഡ് കിട്ടിയ സ്റ്റുഡൻ്റാണ്. എന്ത് മുതലാണ്? സിൻസ് ദ ഫസ്റ്റ് ഗ്രേഡ്, 1ാം ക്ലാസ് മുതൽ. ഇപ്പോൾ അവൾ 8ലാണ്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ ഏറ്റവും നല്ല എ ഗ്രേഡ് നിലനിർത്തിയ കുട്ടിയാണ് അവൾ എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ലാസ്റ്റ് ഇയർ, എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പോലും ഹാഡ് ലുക്ക്ഡ് ഫോർവേഡ്. എന്താ ലുക്ക്ഡ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്താണ്? വെരി മച്ച് ടു ഓവിങ് ദാറ്റ് ജാക്കറ്റ്. എന്താണ്? ആ ജാക്കറ്റ് തനിക്ക് തന്നെ കിട്ടണം, തനിക്ക് തന്നെ അവകാശപ്പെട്ടതാണ്, തനിക്ക് തന്നെ എന്താ പറയുക വന്നു ചേരണം എന്ന് തീവ്രമായ രീതിയിൽ അവൾ ആഗ്രഹിച്ചു. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ. വാവ്! അവൾ പറയുന്നത് അവളുടെ അച്ഛൻ ഒരു കർഷക തൊഴിലാളിയായിരുന്നു എന്നാണ് പറയുന്നത്. ഫാം എന്ന് പറഞ്ഞാൽ അറിയാലോ, വയൽ അല്ലെങ്കിൽ പാടം. ലേബറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തൊഴിലാളി. ഒരു കർഷക തൊഴിലാളിയായിരുന്നു അവളുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഹു കുഡൻറ്റ് ഏൺ ഇനഫ് മണി. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛന് ആവശ്യത്തിനുള്ള പണം പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നേടാൻ കഴിഞ്ഞില്ല. കുഡൻറ്റ് ഏൺ എന്താണ്? നേടാൻ കഴിഞ്ഞില്ല, സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഇനഫ് മണി, ആവശ്യത്തിനുള്ള പണം. ടു ഫീഡ് 8 ചിൽഡ്രൻ, ഈ 8 കുട്ടികളെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി. അമ്പട പുളുസോ, എത്ര കുട്ടികളാണ് ആ വീട്ടിൽ? 8 കുട്ടികളാണ്. ഈ 8 കുട്ടികളെയും തീറ്റിപ്പോറ്റാനുള്ള പണം കർഷകനായ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടില്ല. ഇത് നമുക്ക് മനസ്സിലാകുന്നു മാർത്തയുടെ കുടുംബം പട്ടിണി ദാരിദ്ര്യമുള്ള കുടുംബമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. സോ വെൻ ഐ വാസ് 6, അതുകൊണ്ട് തന്നെ എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഐ വാസ് ഗിവൻ ടു മൈ ഗ്രാൻഡ് പാരൻസ് ടു റൈസ്. എന്നെ വളർത്താൻ എന്നെ ആരെ ഏൽപ്പിച്ചു? എന്നെ വളർത്താൻ എൻ്റെ അച്ഛൻ ആർക്ക് കൊടുത്തു? എൻ്റെ ഗ്രാൻഡ് പാരൻസ്, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ എന്നെ ഏൽപ്പിച്ചു. ഐ വാസ് എത്രാമത്തെ വയസ്സിലാണെന്നാണ് പറയുന്നത്? 8ാമത്തെ വയസ്സിൽ. ഐ വാസ് ഗിവൺ, എന്നെ കൊടുത്തു. ആരെടുത്താ കൊടുത്തത്? എന്നെ അല്ലേ? ടു മൈ ഗ്രാൻഡ് പാരൻസ് ടു റൈസ്. എന്തിനാണ് ടു റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശരിക്കും റൈസ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ എന്താണ്? വളർത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. തന്നെ വളർത്താൻ തൻ്റെ മുത്തച്ഛൻ്റെ പക്കൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഈ പാരഗ്രാഫിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും നോക്കാം. റോസി പറയുന്നത് അവളുടെ സഹോദരിയുടെ പേര് റോസി എന്നാണ്. അവൾക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി എന്നുള്ളതും അതുകൊണ്ട് തന്നെ മാർത്തയ്ക്കും സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണം എന്ന് അവൾ ആഗ്രഹിച്ചു. 14 വയസ്സാണ് അവൾക്ക്. അന്നേരം അവൾ 8ാം ക്ലാസ്സിലായിരുന്നു. അവൾ ഏറ്റവും നല്ല കുട്ടി, എ ഗ്രേഡ് എന്ന ഗ്രേഡ് അവൾ കഴിഞ്ഞ 8 വർഷമായിട്ട് നിലനിർത്തിയിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് തനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു. അവളുടെ അച്ഛൻ ഒരു കർഷകനാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പണം സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുന്നു ഈ 8 കുട്ടികളെ നോക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പരാധീനതകൾ കാരണം തന്നെ മാർത്തയെ മുത്തശ്ശൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കുന്നു. മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, എന്താ പറയുക, എനിക്ക് മാർത്തയെ കൂടി നോക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, മുത്തശ്ശൻ നോക്കൂ എന്ന് പറഞ്ഞ് മുത്തശ്ശനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം മുത്തശ്ശൻ വേറെ വീട്ടിലായിരിക്കണം എന്ന് നമ്മൾ ഊഹിക്കുന്നു. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പക്കലേക്ക് അങ്ങനെ നമ്മുടെ മാർത്ത എത്തിച്ചേരുകയാണ്. ഇനി മുതൽ മാർത്ത ആരുടെ അടുത്താണ്? മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്താണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് വ്യക്തമായല്ലോ. അവളുടെ അച്ഛൻ അവരെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഏൽപ്പിച്ചതാണ്. ഇതാണ് 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി 3ാമത്തെ പാരഗ്രാഫിലോട്ട് വരാം. വി കുഡൻറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് അറ്റ് സ്കൂൾ. സ്കൂളിലെ സ്പോർട്സിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, വി എന്നാണ് പറഞ്ഞത്. തൊട്ട് മുമ്പൊക്കെ മാർത്ത ഐ എന്നാണ് പറഞ്ഞത്, അതായത് അവൾ. പക്ഷെ ഇവിടെ വി എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണ്? അവളുടെ ചേച്ചിയും അതിൽ ഉൾപ്പെടുകയാണ്. അവരൊക്കെ ആ സ്കൂളിൽ തന്നെയാണല്ലോ പഠിച്ചത്, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയ ആളുകളാണ്. അപ്പോൾ ചേച്ചിക്കും ഇതുപോലെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വി കുഡൻറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് അറ്റ് സ്കൂൾ. സ്കൂളിലെ സ്പോർട്സ് മത്സരത്തിൽ അവൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. കൺഫ്യൂഷനായോ? പേടിക്കേണ്ട, ബിക്കോസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം പറയുന്നത് ബിക്കോസ് ദേ വയർ
രജിസ്ട്രേഷൻ ഫീസ്. കാരണം സ്പോർട്സിൽ നമ്മൾ പേര് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഐറ്റം സ്പോർട്സിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഫീസ് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് വിചാരിക്കുക, ഒരു 400 മീറ്റർ ഓട്ടം. ഓക്കെ, അപ്പോൾ അതിന് വേറെ പൈസ കൊടുക്കണം. ഒരു 1000 മീറ്റർ ഓട്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 800 മീറ്റർ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ പൈസ കൊടുക്കണം. പിന്നെ വേറെ വല്ല കളി ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസ കൊടുക്കണം. അപ്പം നമ്മൾ എത്ര ഐറ്റം കൂടുന്നോ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടി വരും. ആ ഫീസ് കൊടുക്കാൻ ഇവർക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ കഷ്ടപ്പാടുള്ളൊരു കുടുംബമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്പോർട്സിന് പങ്കെടുക്കാനുള്ള ഫീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും അതിൽ പങ്കെടുക്കാതിരുന്നത്. ഇനി രജിസ്ട്രേഷൻ ഫീസ് മാത്രമല്ല കേട്ടോ, അടുത്തതൊരു കാര്യം കൂടിയും പറയുന്നുണ്ട്. എന്താണ്? യൂണിഫോം കോസ്റ്റ്. ഈ സ്പോർട്സിലാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ജേഴ്സി ഉണ്ട്. ഇപ്പോൾ ഫുട്ബോളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേഴ്സി ആയിരിക്കണം, ക്രിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേഴ്സി ആയിരിക്കണം. അപ്പോൾ ഓരോന്നിനും ഓരോ ജേഴ്സി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് യൂണിഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂണിഫോമിൻ്റെ ചിലവുണ്ടായിരിക്കും. സ്പോർട്സിലാവുമ്പോൾ ആ യൂണിഫോമിൻ്റെ ചിലവുണ്ടായിരിക്കും. ആൻഡ് ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ, പട്ടണത്തിന് പുറത്തേക്ക് ട്രിപ്പുകളുണ്ടാവും. ഈ സ്പോർട്സൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. ഒരു അപ്പുറത്തെ സ്കൂളിൽ ആയിട്ട് ടീമുകളായിട്ട് മത്സരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ പഞ്ചായത്തിലെ കുട്ടികളായിട്ട് മത്സരം ഉണ്ടായിരിക്കും, വേറെ സ്കൂളിലെ കുട്ടികളായിട്ട് മത്സരങ്ങൾ ഉണ്ടായിരിക്കും, ജില്ലാതലത്തിൽ മത്സരം ഉണ്ടായിരിക്കും, സംസ്ഥാന തലത്തിൽ മത്സരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആ ട്രിപ്പിന് വേണ്ട ചിലവ്, നമ്മൾ യാത്രയ്ക്ക് പൈസ എടുക്കണം, ഫുഡിന് പൈസ എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ചിലവുകൾ അവിടെ വരുന്നുണ്ട്. ഇതൊന്നും താങ്ങാൻ ആവില്ല. എന്തൊക്കെയാണ് താങ്ങാൻ കഴിയാത്തത്? രജിസ്ട്രേഷൻ ഫീസും യൂണിഫോമിൻ്റെ ചിലവുകളും, കോസ്റ്റ്സ് എന്ന ചിലവുകൾ. അതിന് ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ, പട്ടണത്തിന് പുറത്തേക്കുള്ള യാത്രകൾ. ഇതിനുള്ള പൈസയൊന്നും ക്യാഷൊന്നും ഇല്ലാത്തത് കാരണമാണ് ഇവർ മാർത്തയുടെ സഹോദരിയൊന്നും സ്പോർട്സിൽ പങ്കെടുക്കാത്തത്. അല്ലാണ്ട് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ സാമ്പത്തികം അതിന് അനുവദിച്ചില്ല എന്ന് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നു. സോ ഈവൻ ദൗ അങ്ങനെയൊക്കെയാണെങ്കിലും, എന്താ ഈവൻ ദൗ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണെങ്കിലും അവർ ഫാമിലി വാസ് ക്വൈറ്റ് എജൈൽ ആൻഡ് അത്ലറ്റിക്. എന്നിരുന്നാലും ഞങ്ങളുടെ കുടുംബം എങ്ങനെയായിരുന്നു? വാസ് ക്വൈറ്റ്, എന്താ ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും, എന്താ ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും. എജൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറുക്കുള്ള, ചൊറുക്കല്ല, ചൊറുക്ക് പറഞ്ഞാൽ എന്താണ്? മലപ്പുറത്തൊക്കെ ചൊറുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലാമർ, ഭംഗി എന്നാണ് അർത്ഥം. ഇവിടെ എജൈൽ, ചുറുക്ക്, ഉന്മേഷം, ഉത്സാഹത്തോട് കൂടിയിട്ടുള്ളത്, എനർജറ്റിക് ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് എജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ കുടുംബം എങ്ങനെയായിരുന്നു? വളരെയധികം എജൈലായിരുന്നു, ചുറുക്കുള്ളതും, അതുപോലെ തന്നെ ആൻഡ് അത്ലറ്റിക്, നല്ല കായികാഭ്യാസമുള്ള കുടുംബമായിരുന്നു, നല്ല കരുത്തുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ദർ വുഡ് നെവർ ബി എ സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഫോർ അസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല? ദർ വുഡ് നെവർ ബി സ്പോർട്സ് ജാക്കറ്റ് ഫോർ അസ്. സ്കൂളിലെ സ്പോർട്സ് ജാക്കറ്റ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പോർട്സിൽ മികവ് പുലർത്തുന്ന ആളുകൾക്ക് സ്പോർട്സ് ജാക്കറ്റ്. ശ്രദ്ധിക്കണം, സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല ഇതെന്താണ്? സ്പോർട്സ് ജാക്കറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്പോർട്സ് ജാക്കറ്റ് ആർക്കും കിട്ടില്ല? മാർത്തയുടെ സഹോദരിക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം സ്പോർട്സ് ജാക്കറ്റിൽ അത് സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ്. മാർത്തയൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നമുക്കറിയാം. ദിസ് വൺ, ഈ ഒന്ന്, അതായത് ഏതാണ്? ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ആ ഒരേ ഒരു അവാർഡ് വാസ് അവർ ഓൺലി ചാൻസ്. പിന്നെ ഞങ്ങൾക്കുള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. സ്പോർട്സ് ജാക്കറ്റ് എന്തായാലും ഇല്ല. അപ്പോൾ മാർത്ത പറയുന്നത്, മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഞങ്ങൾ ആ സ്പോർട്സിൽ പങ്കെടുത്തിട്ടില്ല, കാരണം അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസും യൂണിഫോമിൻ്റെ ചിലവും പട്ടണത്തിന് പുറത്തേക്കുള്ള യാത്രയുടെ ചിലവും ഒന്നും ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ കുടുംബം വളരെ ചുറുചുറുക്കുള്ളതും കായിക ബലമുള്ള ഒരു കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് ജാക്കറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കിട്ടാക്കനി തന്നെയായിരുന്നു. അത് ആകെയുള്ളൊരു ഒരേ ഒരു ചാൻസ്, പ്രതീക്ഷ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? സ്കോളർഷിപ്പ് ജാക്കറ്റ് തന്നെയായിരുന്നു. നാലാമത്തെ പാരഗ്രാഫ്. ഇൻ മെയ് മാസത്തിൽ ക്ലോസ് ടു ഗ്രാജുവേഷൻ ബിരുദദാന ചടങ്ങിൻ്റെ തൊട്ടടുത്ത്, 8ാം ക്ലാസ് കഴിയാനായല്ലോ, ആ കഴിയാനായ സമയത്ത് സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക്. ഒരു സ്പ്രിംഗ് ഫീവർ എല്ലായിടത്തും പിടിപെടുകയാണ്. ഫീവർ എന്ന് പറഞ്ഞാൽ പനിയാണ്. സ്പ്രിംഗ് ഫീവർ എല്ലായിടത്തും പിടിപെട്ടു എന്നാണ് പറയുന്നത്. വസന്തകാലത്തെ പനി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിച്ചത്. ഹാഡ് സ്ട്രക്ക് ആസ്
ആസ് യൂഷ്വൽ വിത്ത് വെഞ്ചൻസ്. ആ പനി ഞങ്ങളിലേക്ക് വന്നത് എങ്ങനെയാണ്? ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ, പതിവ് പോലെ തന്നെയാണ്. വിത്ത് എ വെഞ്ചൻസ്. വിത്ത് എ വെഞ്ചൻസ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി, വിത്ത് എ ഗ്രേറ്റ് ഫോഴ്സ്, വളരെ ശക്തമായ രീതിയിൽ പനി ഞങ്ങൾക്ക് പിടിപെടുകയാണ് ചെയ്യുന്നത്. മെയ് മാസത്തിലാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ഞങ്ങളിൽ ആരും തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ല. ഇൻസ്റ്റഡ്, പകരം, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിന് പകരം വി സ്റ്റെയർഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഞങ്ങൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ജനലിലൂടെ പുറത്ത് ശ്രദ്ധിക്കുകയായിരുന്നു. പുറത്തേക്കായിരുന്നു ഇവരുടെ ശ്രദ്ധ. ടീച്ചർ ക്ലാസ്സിൽ എന്താണ് എടുക്കുന്നത് എന്നുള്ളത് ഇവർ ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ഈച്ച് അതർ, അതുപോലെ തന്നെ ഇവർ പരസ്പരം വാണ്ടിങ് ടു സ്പീഡ് അപ്പ്, അവർ ആഗ്രഹിക്കുകയാണ്. എന്ത്? സ്പീഡപ്പ്, വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകണം എന്ന്. എന്ത്? ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂളിൽ അവശേഷിക്കുന്ന ആഴ്ചകൾ, സ്കൂൾ പൂട്ടാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ആ ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോകണം എന്ന് അവരാഗ്രഹിക്കുകയാണ്. ചില കുട്ടികളുണ്ട്, ഈ ലീവൊക്കെ വരുന്ന സമയത്ത്, വെക്കേഷനൊക്കെ വരുന്ന സമയത്ത്, ഓണം, വിഷു അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ദിവസം മുമ്പ് പരീക്ഷ എത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷനായിട്ട് സുഖമായിട്ട് ഇരിക്കായിരുന്നു എന്നാലോചിക്കുന്ന, അതുപോലെ ഇവർ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ കഴിഞ്ഞ് കിട്ടിയ സമാധാനമായിരുന്നു എന്നവർ ചിന്തിക്കുകയാണ്. ഐ ഡെസ്പയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? മാർത്ത പറയാണ്, ഐ ഡെസ്പയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് അറ്റ് ദ മിറർ. കണ്ണാടിയിൽ നോക്കുന്ന ഓരോ സമയവും ഞാൻ വളരെയധികം നിരാശപ്പെട്ടു. ഐ ഡെസ്പയർഡ്, ഞാൻ നിരാശപ്പെട്ടു. എവറി ടൈം, എല്ലാ സമയവും. ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ, കണ്ണാടിയിൽ നോക്കുന്ന ഓരോ സമയവും ഞാൻ വളരെയധികം നിരാശപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായിരിക്കും ആ നിരാശയുടെ കാരണം എന്ന് നമുക്ക് നോക്കാം. അവൾ പറയുന്നത് എന്താണ്? പെൻസിൽ തിൻ. എന്താണ്? പെൻസിൽ തിന്നാനാണോ പറയുന്നത്? അല്ല, പെൻസിൽ പോലെ തിന്ന്, കനം കുറഞ്ഞവളാണ്, തീരെ തടിയില്ല അവൾ, മാർത്ത. അതുകൊണ്ട് തന്നെ പെൻസിൽ പോലെയാണ് എന്നാണ് പറയുന്നത്. നോട്ട് എ കർവ് എനിവെയർ, എവിടെയും ഒരു എന്താ പറയുക, വളവുകളോ ഒടിവുകളോ ഒന്നുമില്ല. അതായത് ഒരു മനുഷ്യൻ്റെ പോലെ ഒരു വടി നാട്ടിയത് പോലെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഐ വാസ് കോൾഡ് ബീൻ പോൾ. അപ്പോൾ ഇവളെ തടിയില്ലാത്തത് കാരണം ഇവളെ ആളുകൾ വിളിച്ചിരുന്ന പേരെന്താണ്? ബീൻ പോൾ. പയറുമണിയുടെ വിത്ത് ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു പേര്. പയറ് പോലെ, അല്ലെങ്കിൽ പയറിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം പയറിൻ്റെ പ്രത്യേകത, അത് നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. മണ്ണ ഉണ്ടാവില്ല, പക്ഷെ നീളം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഇരട്ടപ്പേരുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ മാർത്തയെ അല്ല, തടിയില്ലാത്തത് കാരണം എല്ലാവരും വിളിച്ചത് ബീൻ പോൾ എന്ന പേരായിരുന്നു വിളിച്ചത്. അല്ലെങ്കിൽ സ്ട്രിങ് ബീൻ, പയറ് പോലത്തെ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് രണ്ടും ഉപയോഗിക്കുന്നത്. തടിയില്ലാതെ നീണ്ടിട്ട് പയറ് പോലെയുള്ള ആളായതുകൊണ്ട് ബീൻ പോളും അല്ലെങ്കിൽ സ്ട്രിങ് ബീൻ എന്ന പേരും അവളെ വിളിച്ചു. ആൻഡ് ഐ ന്യൂ ദാറ്റ് വാട്ട് ഐ ലുക്ക്ഡ് ലൈക്ക്. അതെനിക്ക് അറിയായിരുന്നു അവരെന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്? വാട്ട് ഐ ലുക്ക്ഡ് ലൈക്ക്, ഞാൻ അതുപോലെയാണ്. ലുക്ക്ഡ് ലൈക്ക് എന്താണ്? എന്നെ നോക്കുമ്പോൾ അതുപോലെയാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം എന്നല്ല, പോലെ എന്നാണ്. എന്നെ കാണുമ്പോൾ അതുപോലെ തന്നെയാണ്, പയറ് പോലെ തന്നെ നീണ്ടിട്ടാണ്, തടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. ദാറ്റ് റിയലി വാസ്ൻറ്റ് മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്. ഒരു 14 വയസ്സുകാരിക്ക് ആ വെയിറ്റോ അല്ലെങ്കിൽ ആ ഹൈറ്റോ മാത്രം, ഹൈറ്റ് ഒക്കെ ആ വെയിറ്റ് മതിയായിരുന്നില്ല, ആ തടി മതിയായിരുന്നില്ല. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, എന്താണ്? ആസ് ആബ്സെൻറ്റ് മൈൻഡഡ്ലി, ക്ലാസ്സിൽ ശ്രദ്ധയില്ലാതെ. എന്താ ആബ്സെൻറ്റ് മൈൻഡഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തീരെ ശ്രദ്ധിക്കാതെ അലസമായിട്ട് അവൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ദ ജിം. ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന സമയത്ത്
അവളുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. വാണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലഞ്ഞു തിരിഞ്ഞു. എന്താ വാണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു. ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന സമയത്ത് അവളുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നമ്മളും വീട്ടിൽ എന്താ പറയുക, ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടാക്കിയ ഇന്ന് എന്താണോ മദർ വീട്ടിലുണ്ടാക്കിയത്, ചിക്കൻ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മീൻ ഉണ്ടാക്കിയോ, ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയോ ബിരിയാണി ഉണ്ടാക്കിയോ, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് പോകും. ഇന്ന് വിരുന്നേര് പോയോ, വീട്ടിൽ കൂടെയൊക്കെ നമ്മൾ പോയി വരുമല്ലോ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ. അതുപോലെ ഇവളുടെ മനസ്സ് ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നും അവർക്ക് പഠിക്കാനുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ ജിം എന്ന് പറയുന്നത്. ജിംനേഷ്യം എന്നതിൻ്റെ ചുരുക്കമാണ് ജിം അല്ലേ. ജിമ്മിൻ്റെ ക്ലാസ്സിലേക്കും പോയി എന്നാണ് പറയുന്നത്. അവൾ പോയതല്ല, അവളുടെ ശ്രദ്ധ പോയതാണ്. നമ്മൾ വീട്ടിൽ എന്താ പറയുക, ക്ലാസ്സിലിരിക്കുമ്പോൾ വീട്ടിലേക്ക് നമ്മളുടെ മൈൻഡ് പോകുമല്ലോ, അതുപോലെ. അനദർ അവർ ഓഫ് സ്വെറ്റിംഗ്. അടുത്തത് എന്തിനുള്ള മണിക്കൂറാണ്? അടുത്ത പീരീഡ് എന്തിനുള്ളതാണ്? സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ കളിച്ച് വിയർക്കാനുള്ള സമയമാണ്. അടുത്ത PT പീരീഡോ അല്ലെങ്കിൽ SP അങ്ങനെയൊക്കെയുള്ള പീരീഡുകൾ ഉണ്ടായി, കളിക്കാൻ വേണ്ടിയിട്ട് ഡ്രില്ല് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു പീരീഡാണ് ഇനി അടുത്തത് വരാനുള്ളത്. ആൻഡ് ഡിസ്പ്ലേയിങ്, അവിടെ ഞാൻ എൻ്റെ കാലുകൾ പ്രദർശനത്തിന് വെക്കുകയാണ്. ഡിസ്പ്ലേയിങ് എന്ന് പറഞ്ഞാൽ പ്രദർശനത്തിന് വെക്കുക. അല്ലെങ്കിൽ അവൾ തന്നെ സ്വയം അവളെ കളിയൊക്കെയാണ്. എൻ്റെ കാലുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ബാസ്കറ്റ് ബോൾ അല്ല നമുക്കറിയാം. അവൾ എന്താ പറയുക ബാസ്കറ്റ് ബോൾ നമുക്കറിയാം, എന്താ പറയുക ബോൾ മേലക്കിട്ടിട്ട് നെറ്റ് ഷട്ടിൽ പോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക ടെന്നീസ് പോലെ തന്നെ കളിക്കുന്നൊരു സംഭവമാണ് ബാസ്കറ്റ് ബോൾ എന്ന് പറയുന്നത് അല്ലേ. അതിൽ ആ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ ബോൾ ഇടൽ, 2 ടീമായിട്ട് മത്സരിക്കുക. അപ്പോൾ ആ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് ഇവളുടെ കാലുകൊണ്ട് അവളെ കാലിനെ കുറിച്ച് അവൾ പറയുന്നത് എന്താണ്? മൈ ടൂത്ത് പിക്ക് ലെഗ്സ്. പല്ല് കുത്തി ഉണ്ടല്ലോ, പല്ലിൻ്റെ ഇടയിൽ കുത്തുന്നത് ഹോട്ടലിലൊക്കെ നമ്മൾ കാണും, കല്യാണങ്ങളിലൊക്കെ വീട്ടിൽ വെക്കാറുണ്ട് ആളുകൾ അല്ലേ. ഇറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിൽ പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ടൂത്ത് പിക്ക് ലെഗ്സ്. അവൾ തന്നെ അവളുടെ കാലിനെ കുറിച്ച് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വരുമ്പോൾ ട്രൗസറൊക്കെ ആവുമല്ലോ ഇടുക. അപ്പോൾ അവൾ തന്നെ പറയുകയാണ് അവിടെ ആ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ അവൾ ഓടുന്ന സമയത്ത് പല്ലുകുത്തിയുടെ പോലത്തെ 2 കാലുകൾ കൊണ്ടാണ് അവൾ കളിക്കാൻ ഇറങ്ങുന്നത് എന്ന് അവളെ തന്നെ സ്വയം ട്രോളുകയാണ് ചെയ്യുന്നത് അല്ലേ. വാസ് കമ്മിങ് അപ്പ്, അവൾ ആ പല്ലുകുത്തി പോലെയുള്ള നീണ്ട കാലുകൾ കൊണ്ട് അവൾ കളിക്കാൻ വരുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ദെൻ ഐ റിമെമ്പേർഡ് മൈ PE ഷോർട്സ്. അപ്പോഴാണ് ഇവൾ ഓർത്തത്, ഗ്രൗണ്ടിലേക്ക് ഇവൾ വന്നു. അവൾ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ സാധാ പോലെ വന്നു. പിന്നെയാണ് അവൾ ഓർത്തത്. എന്താണ് ഓർത്തത്? ഐ റിമെമ്പേർഡ്, ഞാൻ ഓർത്തു മൈ PE ഷോർട്സ്. എന്താ PE ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. PE എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ അഥവാ കായിക വിദ്യാഭ്യാസം. നമുക്കറിയാം വ്യായാമം അതുപോലെ തന്നെ യോഗ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ ശരീരത്തിൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വ്യായാമം, കളികൾ അല്ലെങ്കിൽ വല്ല ഗെയിമുകൾ ഇതങ്ങനെയൊക്കെ നമ്മളെ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ PE ഷോർട്സ് എടുക്കാൻ അവൾ എന്ത് ചെയ്യുന്നു? മറന്നു എന്നാണ് പറയുന്നത്. വെർ സ്റ്റിൽ ഇൻ എ ബാഗ് അണ്ടർ മൈ ഡെസ്ക്. ക്ലാസ് മുറിയിൽ തൻ്റെ ഡെസ്കിൻ്റെ അടിയിലാണ് താൻ PE ഷോർട്സ് വെച്ചത്. ശരിക്കും PE ഷോർട്സ് ഇട്ടിട്ടാണ് കളിക്കാൻ വരേണ്ടത്. ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ കളിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, എന്താ പറയുക ഇറക്കില്ലാത്ത ട്രൗസറൊക്കെ. അപ്പോൾ ആ PE ഷോർട്സ് ഇട്ടിട്ടാണ് അവൾ വരേണ്ടിയിരുന്നത്. പക്ഷെ അതില്ലാണ്ടെയാണ് അവൾ ബാസ്കറ്റ് ബോളിന് വന്നത്. ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളത് എടുത്തിട്ടില്ല, അത് ഡെസ്കിൻ്റെ അടിയിൽ തന്നെയാണെന്ന് മനസ്സിലായത്. ദർ ഐ ഹാഡ് ഫോർഗോട്ടൻ ദം. അവിടെയാണ് എൻ്റെ PE ഷോർട്സ് ഞാൻ മറന്നു വെച്ചത്. ഐ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരികയാണ്? പിന്നിലേക്ക് വീണ്ടും നടന്നു പോവേണ്ടി വരികയാണ്. എന്തിനാണ് പിന്നിലേക്ക് വീണ്ടും നടന്നു പോകുന്നത്? അതെടുക്കണം. ആൻഡ് ഗെറ്റ് ദം, അതാണ് ഇവിടെ പറഞ്ഞത്, ഗെറ്റ് ദം, അവയെടുക്കണം. കോച്ച് തോംസൺ. എന്താണ് ഇനി അടുത്തത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? കോച്ച് തോംസൺ ആണ്. ആരാണ്? കോച്ച് തോംസനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കോച്ച് തോംസൺ വാസ് എ റിയൽ ബിയർ. ഇനി തോംസൺ സാറിനെ അല്ലെങ്കിൽ തോംസൺ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറാണ് ആര്? കോച്ച് തോംസൺ. അപ്പോൾ ഇനി ഇവർ ആ സാറിനെയും ഒന്ന് ട്രോളുന്നുണ്ട്. എന്താണ്? കോച്ച് തോംസൺ വാസ് എ റിയൽ ബിയർ. അയാൾ ശരിക്കും ഒരു കരടിയാണ്. ബിയർ എന്നാണ് പറഞ്ഞത്. എന്താ ബിയർ എന്ന് പറഞ്ഞാൽ കരടി. എന്താണ്? കരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടിയാണെന്നല്ല എൻ്റെ അർത്ഥം. കരടിയെപ്പോലെ ദേഷ്യക്കാരൻ അല്ലെങ്കിൽ എന്താ പറയുക കരുത്തുള്ള, ദേഷ്യം വരുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചത്. കരടിയെപ്പോലുള്ള ഒരാളാണ്. ഇഫ് സംവൺ വാസൻറ്റ്
ഡ്രസ്ഡ് ഫോർ PE. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സമയത്ത് ആ യൂണിഫോമിൽ വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ വരാത്ത ആളുകളോട് ഇയാൾ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറാറുള്ളത്, ഒരു കരടിയെ പോലെ എന്നോളം. ഷീ ഹാഡ് സെഡ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഈ സാറ് അതൊരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കണം. ഷീ ഹാഡ് സെഡ്, ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ സാറ് അല്ലെങ്കിൽ ആ മാഡം പറഞ്ഞിട്ടുണ്ട്, ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈഡ് ടു ടോക്ക് ഗ്രാൻഡ്മ. ഈ PE സാറായ കോച്ച് തോംസൺ പറഞ്ഞിട്ടുണ്ട് താൻ മാർത്ത വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളതും, ആൻഡ് ഈവൻ ട്രൈഡ് ടു ടോക്ക് ഗ്രാൻഡ്മ. ഈ PE സാറ് ഗ്രാൻഡ്മയോട് പോലും സംസാരിച്ചു. എന്തിനാ ഗ്രാൻഡ്മയോ, അച്ഛനോടും അമ്മയോട് സംസാരിക്കാത്ത ഗ്രാൻഡ്മയോട്? ഇപ്പോൾ അവൾ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയല്ലേ, ഗ്രാൻഡ്മയോട് സംസാരിച്ചു. ഇൻ ടു ലെറ്റിംഗ് മീ ടു ജോയിൻ ദ ടീം വൺസ്. ഒരിക്കൽ കൂടി സ്കൂൾ ടീമിലേക്ക് മാർത്തയെ ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ PE സാറ് ആരെ പോയി കാണുകയാണ്? നമ്മുടെ ഗ്രാൻഡ്മയെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ. അവിടെ എത്തിയ ഗ്രാൻഡ്മ പറഞ്ഞു, തീർച്ചയായിട്ടും വേണ്ട, എൻ്റെ കുട്ടീനെ ഞാൻ പറഞ്ഞയക്കൂല കേട്ടോ, ഇങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ PE സാറ് പറയുക, മുത്തശ്ശിയുടെ പേരക്കുട്ടി മാർത്ത വളരെയധികം ബ്രൈറ്റാണ്, അവൾ സ്പോർട്സിലൊക്കെ നന്നായി പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവളെ ഈ സ്കൂളിലെ സ്പോർട്സ് കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കട്ടെ. മുത്തശ്ശി അതൊന്നും വേണ്ട, ഒരൊറ്റ പറച്ചില്ല. അതോടുകൂടി അവളുടെ ആ ഒരു പ്രതീക്ഷയും അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. 5, പാരഗ്രാഫ് 5. ഐ വാസ് ആൾമോസ്റ്റ് ബാക്ക് അറ്റ് മൈ ക്ലാസ് റൂം. അങ്ങനെ ഞാൻ എൻ്റെ PE ഷോട്ട്സ് എടുക്കാൻ വേണ്ടി ഞാൻ ഏതാണ്ട് എവിടേക്കെത്തി? എൻ്റെ ക്ലാസ് റൂമിൻ്റെ അടുത്തേക്കെത്തി, ഡോറിൻ്റെ അടുത്തേക്കെത്തി. വെൻ ഐ ഹിയർഡ്, അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്? കേട്ടത്. വെൻ ഐ ഹേർഡ്, എന്താണ് കേട്ടത്? വോയിസസ് റേസ്ഡ്, ശബ്ദം ഉയർന്നു വരികയാണ്. റൈസ്ഡ്, ഉയർന്നു വന്നു. എന്താണ് റൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉയർന്നു വന്നു. ഇൻ ആൻകർ, എന്താണ്? ദേഷ്യത്തിൽ ശബ്ദം ഉയർന്നു വന്നു. ആസ് ഈഫ് ഇൻ സം സോർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്. ഒരു പക്ഷേ ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പോലെ തോന്നും. എന്തുപോലെയാണ് തോന്നുന്നത്? ആ സം സോർട്ട്, എന്തോ ഒരു തരത്തിലുള്ള, സോർട്ട് ഓഫ് തരത്തിലുള്ള, എന്താ ആർഗ്യുമെൻ്റ്. എന്താണ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ? തർക്കം. അപ്പോൾ മാർത്ത ക്ലാസ് റൂമിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ക്ലാസ് റൂമിനകത്ത് നിന്ന് ശബ്ദം ഉയരുകയാണ്. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അറിയാം തർക്കിക്കുകയാണ്, ആർഗ്യുമെൻ്റാണ്. ആർഗ്യുമെൻ്റ്, തർക്കം. ദേഷ്യപ്പെട്ടിട്ട് ആരൊക്കെയോ ഉള്ളിൽ നിന്ന് സംസാരിക്കാം, ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുകയാണ്. ഐ സ്റ്റോപ്പ്ഡ്, ഞാൻ അവിടെ നിന്നു, ക്ലാസ് റൂമിലേക്ക് കയറിയില്ല, ഡോറിൻ്റെ അവിടെ നിന്നു. ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ്സ് ഡ്രോപ്പ്. ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഐ ഡിഡൻറ്റ് മീൻ, ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ടു ഈവ്സ് ഡ്രോപ്പ്. എന്താ ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എത്തി നോക്കുക, അതായത് ഒളിഞ്ഞിരുന്ന് കേൾക്കുക. ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുകയല്ല, ഒളിഞ്ഞിരുന്ന് കേൾക്കുക. മറ്റുള്ളവരുടെ സംസാരം ഒളിഞ്ഞിരുന്ന് കേൾക്കുക, അതൊരു നല്ലൊരു ശീലം അല്ല. അപ്പോൾ എന്തായാലും ഇവള് ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് കരുതിയതല്ല. അതായത് ആ 2 പേര് തർക്കിക്കുന്നത് ഒരിക്കലും ഒളിഞ്ഞിരുന്ന് കേൾക്കണമെന്ന് അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ്. എന്നിരുന്നു ഞാൻ കുറച്ച് നേരം അവിടെ എന്ത് ചെയ്തു? ശങ്കിച്ച് നിന്നു. എന്താ ഹെസിറ്റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശങ്കിച്ച് നിന്നു. എന്താ ഈ ശങ്കിച്ച് നിന്നു പറഞ്ഞാൽ? കയറണോ കയറണ്ടേ, അതായത് ക്ലാസ് റൂമിനകത്ത് കയറണോ കയറണ്ടേ, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ആ ഒരു ചിന്തയാണ് ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ശങ്ക, ഹെസിറ്റേറ്റഡ് അല്ലെങ്കിൽ ശങ്കിച്ചു എന്നൊക്കെ പറയുന്നത്. നോട്ട് നോയിങ് വാട്ട് ടു ഡു, എനിക്കറിയുമായിരുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അകത്തേക്ക് കയറണോ? 2 പേര് ക്ലാസ് മുറിക്കകത്തുനിന്ന് സംസാരിക്കല്ല, തർക്കിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് ഇവള് കയറി ചെല്ലണ്ടേ? ആ ഒരു അവസ്ഥയിലേക്ക് ഇവളെത്തി. ഐ നീഡഡ് ദോസ് ഷോർട്സ്. പക്ഷേ എനിക്ക് എന്താവശ്യമുണ്ട്? ആ ഷോർട്സ് എനിക്ക് ആവശ്യമുണ്ട്. ഈ ഷോർട്സ് എനിക്ക് അവൾക്ക് ആവശ്യമുണ്ട്. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. തനിക്കാണെങ്കിൽ നേരം വൈകുന്നുണ്ട്. അവിടെ മറ്റൊരു കളി തുടങ്ങി. കോച്ച് തോംസൺ അവിടെ വന്നു കഴിഞ്ഞാൽ ജഗ പുകയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവൾക്ക് അവിടെ നേരം വൈകുന്നുണ്ട്. കോച്ച് തോംസൺ അവിടെ വരുന്നതിൻ്റെ മുമ്പ് അവൾക്ക് ഇത് എടുത്തിട്ട് അവിടെ എത്തണം. പക്ഷേ ക്ലാസ്സിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ? ഇപ്പോൾ ഇല്ല. എന്താ കയറാൻ പറ്റാത്തത്? ക്ലാസ്സിനകത്ത് ആരൊക്കെയോ തർക്കിക്കുകയാണ്. നോക്കാം എന്താണ് എന്നുള്ളത്. ബട്ട് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഇൻ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. ഇവൾ പറയാം, പക്ഷെ ഞാൻ എൻ്റെ ടീച്ചേഴ്സ് തമ്മിലുള്ള ആ തർക്കം തടസ്സപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഐ ഡിഡൻറ്റ് വാണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല
ടു ഇൻ്ററപ്റ്റ്, തടസ്സപ്പെടുത്താൻ, അതായത് തടസ്സപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. സത്യത്തിൽ ആ തർക്കിക്കുന്നത് ആരൊക്കെയായിരുന്നു? അവളുടെ ടീച്ചേഴ്സ് തന്നെയായിരുന്നു. തർക്കിക്കുന്ന ആരായിരുന്നു? അവളുടെ ടീച്ചേഴ്സാണ്. ഇവളുടെ ക്ലാസ് മുറിയിൽ നിന്നിട്ട് 2 ടീച്ചേഴ്സ് തർക്കിക്കുകയാണ്. ആ തർക്കിക്കുന്ന സമയത്ത് ഇവൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മോശത്തരം ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. കുട്ടികളെ പോലെ തമ്മിലടിക്കുകയാണ് ടീച്ചേഴ്സ്. അപ്പോൾ ഇവള് അവിടെ തന്നെ നിൽക്കുകയാണ്, ക്ലാസ്സിനകത്തേക്ക് കയറാൻ. ഐ റെക്കഗ്നൈസ്ഡ് ദ വോയിസസ്. അവൾ ക്ലാസ്സിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് വരാന്തയിൽ നിന്നിട്ട് ശബ്ദം ഒളിഞ്ഞിരുന്ന് കേൾക്കുകയാണല്ലോ. അവൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞു ദ വോയിസസ്. ആ ശബ്ദം തിരിച്ചറിഞ്ഞു. മിസ്റ്റർ ഷ്മിഡിറ്റ്. അതാരുടെ ശബ്ദമായിരുന്നു? മിസ്റ്റർ ഷ്മിഡിറ്റ്. അവിടെ ഈ ഷ്മിഡിറ്റ് എന്നുള്ള പേര് ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരു പക്ഷേ ചില ആളുകൾ അതിനെ സ്മിത്ത് എന്നും വായിക്കാറുണ്ട്, മിസ്റ്റർ സ്മിത്ത്. ഞാനിവിടെ ഷ്മിഡിറ്റ് എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഷ്മിഡിറ്റ്. ഓക്കെ, സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് ഈ പേര്, ഈ സ്പെല്ലിങ്ങൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇയാൾ. അപ്പം മിസ്റ്റർ ഷ്മിഡിറ്റ്, മൈ ഹിസ്റ്ററി ടീച്ചർ. അപ്പോൾ ആരൊക്കെയാണ് ഹിസ്റ്ററി ടീച്ചറായിട്ടുള്ള ഷ്മിഡിറ്റ്? അപ്പോൾ ആലോചിച്ചാൽ മതി, ഷ്മിഡിറ്റ് ആരാണ്? ഹിസ്റ്ററി ടീച്ചറാണ് എന്നാലോചിക്കുക. ഷ്മിഡിറ്റ് ഹിസ്റ്ററി ടീച്ചറാണ് എന്നാലോചിച്ചാൽ മതി. മിസ്റ്റർ ബൂൺ, മൈ മാത്ത് ടീച്ചർ. എൻ്റെ കണക്ക് ടീച്ചറായിരുന്നു ആര്? മിസ്റ്റർ ബൂൺ. ആരാണ്? ബൂൺ ആയിരുന്നു. ബൂൺ മാത്സിൻ്റെ ടീച്ചറാണ്. കണക്ക് അല്ലെ, ബൂണാണ് എന്നല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് ആലോചിക്കണം. ബൂൺ മാത്സ് ആണ്, ഷ്മിഡിറ്റ് ഹിസ്റ്ററിയാണ് എന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടെ ആലോചിച്ചാൽ മതി ഷ്മിഡി, മടി. അതിൽ തന്നെ മടി എന്ന് വരുന്നുണ്ടല്ലോ. ഷ്മിഡി, ഷ്മിഡിറ്റ്, ഷ്മിഡി, മിഡി, മടി, 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 മടി. ഹിസ്റ്ററി ക്ലാസ് കേൾക്കുമ്പോഴാണ് ഒരുപാട് കുട്ടികൾക്ക് ബോറടിക്കുക. കുറേ നേരം ഞാൻ സബ്ജക്റ്റിനെ തരം താഴ്ത്തല്ല, ഒരുപാട് ഈ കഥ കേൾക്കുന്ന സമയത്ത് പല കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്ററി ക്ലാസ് വളരെ ബോറിംഗ് ആണ്, അല്ലെങ്കിൽ വളരെ ഉറക്കം വരുന്നൊരു സബ്ജക്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. വളരെ നല്ല സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷേ പൊതുവെ ആളുകൾ അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പം മടി വരുന്ന സബ്ജക്റ്റ് ഹിസ്റ്ററി ആണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ബൂണ് മാത്സ് ആണെന്നുള്ളതിൽ ഒരു തർക്കം ഇല്ല. അപ്പോൾ ഹിസ്റ്ററി ടീച്ചറും മാത്സ് ടീച്ചറും തമ്മിൽ തർക്കമാണ്. ആ തർക്കമാണ് ഇവൾ ക്ലാസ്സിൻ്റെ പുറത്ത് നിന്നിട്ട് കേൾക്കുന്നത്. ദേ സീംഡ് ടു ബി ആർഗ്യൂയിങ് എബൌട്ട് മീ. സീംഡ് ടു ബി, തോന്നി. എന്താ സീംഡ് ടു ബി എന്ന് പറഞ്ഞാൽ? സീംഡ് എന്ന് പറഞ്ഞാൽ തോന്നി. ദേ സീംഡ് ടു ബി ആർഗ്യൂയിങ് എബൌട്ട് മീ. അവർ എന്നെക്കുറിച്ച് തർക്കിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് മാർത്ത പറയുകയാണ്. അപ്പോൾ 2 ടീച്ചേഴ്സ് ആരെക്കുറിച്ചാണ് തർക്കിക്കുന്നത്? മാർത്തയെക്കുറിച്ചാണ്. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്നെക്കുറിച്ചാണോ ഈ 2 ടീച്ചേഴ്സ് തർക്കിക്കുന്നത്? ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക്. ഞാൻ ഇന്ന് അവൾ പറയുകയാണ്. ഇപ്പോൾ അവൾ ഒരുപാട് പ്രായമായല്ലോ. അപ്പോൾ പണ്ടുണ്ടായ അനുഭവം ഇപ്പോഴവൾ പറയാം. ഐ സ്റ്റിൽ റിമെമ്പർ. എൻ്റെ പണ്ടുണ്ടായ അനുഭവം ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. ദ ഫീലിംഗ് ഓഫ് ഷോക്ക്, അന്നുണ്ടായ ആ ഷോക്ക്. ദാറ്റ് റൂട്ടഡ് മീ. അത് എന്നിലേക്ക് എന്ത് ചെയ്യുകയാണ്? വേര് പോലെ പടർന്നു കയറി. ഫ്ലാറ്റ് എഗെയിൻസ്റ്റ് ദ വാൾ. അങ്ങനെ ഞാൻ ആ വരാന്തയിൽ നിന്ന നിപ്പിൽ ഞാൻ ചുമരിനോട് ചാരി നിൽക്കുകയാണ്. ഫ്ലാറ്റായി, ചുമരിനോട് ചാരി നിന്ന് ഫ്ലാറ്റായി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ചാരി നിന്നു എന്ന അർത്ഥത്തിൽ. ആസ് ഇഫ് ഐ വേർ ട്രൈങ് ടു ബ്ലെൻഡ് വിത്ത് ദ ഗ്രാഫിറ്റി റിട്ടൺ ദർ. ആ ചുമരിൻ്റെ പുറത്ത് ശിലാഫലകത്തിൽ എന്തെഴുതി വെച്ചിട്ടുണ്ട്? ഗ്രാഫിറ്റി ശിലയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ ശിലയിൽ എഴുത്തുകൾ കൊത്തി വെച്ചിട്ടുണ്ട്. ആ എഴുത്തുമ്മ ഇവള് ചാരി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ. ഈ 2 ടീച്ചേഴ്സ് തന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നുള്ള ഒരു ഇതിൽ. ഇനി ആ 2 ടീച്ചേഴ്സ് തമ്മിലുള്ള സംസാരമാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സാണ് കേട്ടോ. ഇനി ഈ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. കാരണം അതിനാണ് ഇവിടെ സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ടുള്ളത്. അത് വേറെ ആളുകളാണ്. ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. അതിലൊരു ടീച്ചേഴ്സ് പറയുകയാണ് ഐ റെഫ്യൂസ്. ഞാൻ നിരസിക്കുകയാണ്. എന്താ നിരസിക്കുക എന്ന് പറഞ്ഞാൽ? ചെയ്യില്ല, ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ്. ടു ഡു ഇറ്റ്. ഒരാൾ പറയാം ഞാനത് ചെയ്യില്ല. അപ്പോൾ എന്നിട്ട് പറയാം ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. എനിക്ക് വിഷയമല്ല അവളുടെ അച്ഛൻ ആരാണ് എന്നുള്ളത്. എനിക്ക് വിഷയമല്ല. ഈ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മനസ്സിലാവുള്ളൂ. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ വിത്ത് മാർത്താസ്. മാർത്തയുടെ ഗ്രേഡുമായിട്ട് അവളുടെ ഗ്രേഡ് കമ്പയർ ചെയ്യാൻ പോലും സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതായത് മാർത്തയ്ക്ക് ഉയർന്ന ഗ്രേഡും വേറൊരാളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, വേറൊരു പെൺകുട്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഹെർ എന്നാണ് പറഞ്ഞത്. ഹെർ ഗ്രേഡ്സ്,
അവളുടെ ഗ്രേഡ്. അപ്പോൾ അതൊരു പെൺകുട്ടിയാണല്ലോ. ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ മാർത്താസ്. മാർത്തയുടെ ഗ്രേഡുമായിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം മാർത്തയുടെ ഗ്രേഡ് മുന്നിലും ഈ പറഞ്ഞ വ്യക്തിയുടെ പേര്, ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ഗ്രേഡ് വളരെ പിന്നിലുമാണ്. ഐ വോണ്ട് ലൈ, ഞാൻ നുണ പറയില്ല. ഒരു സാറ് പറഞ്ഞതാണ്. ഏത് സാറാന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ. ഒരു ഫാൾസിഫൈ റെക്കോർഡ്സ്. എന്താ ഫാൾസിഫൈ എന്ന് പറഞ്ഞാൽ കൃത്രിമത്വം കാണിക്കുക. റെക്കോർഡുകൾ, രേഖകളിൽ ഞാൻ ഒരിക്കലും എന്ത് കാണിക്കില്ല, കൃത്രിമം കാണിക്കില്ല. മാർത്ത ഹാസ് ട്രൈഡ് എ പ്ലസ് ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് A+ ആവറേജ് കൂടുതൽ ഗ്രേഡ് കിട്ടിയത് ആർക്കാണ്? മാർത്തയ്ക്കാണ്. ആൻഡ് യു നോ ഇറ്റ്, അത് നിങ്ങൾക്കറിയില്ലേ? ദാറ്റ് വാസ് മിസ്റ്റർ ഷ്മിഡിറ്റ്. ആ പറഞ്ഞത് മിസ്റ്റർ ഷ്മിഡിറ്റ് അല്ലെങ്കിൽ സ്മിത്ത് ആയിരുന്നു പറഞ്ഞത്. ആ പറഞ്ഞത് ആരായിരുന്നു? മിസ്റ്റർ ഷ്മിഡിറ്റ് അല്ലെങ്കിൽ സ്മിത്ത്, രണ്ട് പേരിലും ടീച്ചേഴ്സ് ഉച്ചരിക്കാറുണ്ട് ഇത്. അപ്പോൾ ഹിസ്റ്ററി അധ്യാപകൻ പറയുന്നത് ഇതാണ്, മാർത്തയ്ക്കാണ് ഏറ്റവും നല്ല ഗ്രേഡ്, അതുകൊണ്ട് മാർത്തയ്ക്ക് തന്നെ എന്ത് കിട്ടണം? ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണം. വേറൊരു പെൺകുട്ടിക്കും ഇത് എന്ത് ചെയ്യരുത്, കിട്ടരുത് എന്ന് ന്യായപരമായ ചരിത്രപരമായ തീരുമാനമാണ് ചരിത്ര അധ്യാപകൻ എടുക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ചരിത്രമായ തീരുമാനമാണ് ചരിത്ര അധ്യാപകൻ. വളരെ നല്ല തീരുമാനമാണ് ചരിത്ര അധ്യാപകൻ എടുത്തത്. കാരണം മാർത്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആർക്കാണ്? മാർത്തയ്ക്കാണ്. പക്ഷേ ഷ്മിഡിറ്റ് പറയുന്നത് കഴിഞ്ഞതിന് ശേഷം ബൂൺ എന്താണ് പറയുന്നത് നോക്കാം. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം. മിസ്റ്റർ ബൂണിൻ്റെ ശബ്ദം എങ്ങനെയായിരുന്നു? കാമായിരുന്നു. എന്താ കാം എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ടാണ് അല്ലേ? ആൻഡ് ക്വയറ്റ്, എന്താണ്, വളരെ നിശബ്ദമായിട്ടായിരുന്നു. എന്നിട്ട് ഇയാൾ പറയുക, കണ്ടോ, ഇതും ഇൻവെർട്ടഡ് കോമയാണ്. അപ്പോൾ ഇനി പറയുന്നത് ആര് പറയുന്നതാണ്? ബൂണ് പറയുന്നതാണ്. ബൂൺ ആരാണ്? മാത്സ്. അത് പറയാം. ലുക്ക്, നോക്കൂ, ജോവൻസ് ഫാദർ. ഇത് ചില ടീച്ചേഴ്സ് ജോവൻ എന്ന് വായിക്കാറുണ്ട്, ജോൺ എന്നും വായിക്കാറുണ്ട്. ഞാനിവിടെ ജോൺ എന്നാണ് വായിക്കുന്നത്. മിസ്റ്റർ ജോൺസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്. ജോണിൻ്റെ അച്ഛൻ എന്ത് മാത്രമല്ല, ബോർഡിലെ അംഗം മാത്രമല്ല. ഈ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സ്കൂളിലൊക്കെ PTA ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ബോർഡുകളുണ്ട്. ഹയർ സെക്കൻഡറി ബോർഡ്, അങ്ങനെ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഹയർ സെക്കൻഡറി ബോർഡ്, ഹൈസ്കൂൾ ബോർഡ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ PTA ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൽ പാരൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ആൾ ഇവിടെ നമ്മുടെ സ്കൂളിലെ PTA പോലെ ആയിരിക്കണം. അവളുടെ അച്ഛൻ ജോൺ എന്നാണ് പേര്. ജോണിൻ്റെ അച്ഛൻ. അപ്പം മാർത്തയുടെ എതിരാളി ആരാണ്? ജോണാണ്. അപ്പം ഈ ജോണിൻ്റെ അച്ഛൻ, അവളൊരു പെൺകുട്ടിയാണെന്നാണ് ആലോചിക്കണം നിങ്ങൾ. ജോണിൻ്റെ അച്ഛൻ ഈ ബോർഡിലെ അംഗം മാത്രമല്ല, ഹി ഓൺസ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഹി ഓൺസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുണ്ട് അദ്ദേഹത്തിന്. ആർക്ക്? ജോണിൻ്റെ അച്ഛന് സ്വന്തമായിട്ടുണ്ട്. എന്ത്? ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. പട്ടണത്തിലെ ഒരേ ഒരു സ്റ്റോർ, ടൗണിലുള്ള ഒരേ ഒരു സ്റ്റോർ ആർക്കാണ്? ജോണിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, പട്ടണത്തിൽ ഒരു സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരനാണ് ആണല്ലോ. ആര്? ജോണും ജോണിൻ്റെ എന്താ പറയുക, അച്ഛനും ഒരു പൈസക്കാരാണ്. എന്നാൽ മാർത്തയോ ഒരു പൈസയും അല്ലെങ്കിൽ സാമ്പത്തികം തീരെ ഇല്ലാത്തൊരു കുടുംബമാണ് മാർത്ത എന്ന് പറയുന്നത്. ആൻഡ് വി കുഡ് സേ ഇറ്റ് വാസ് ക്ലോസ് ടു ടൈ ആൻഡ്. എന്നിട്ട് കണക്ക് സാറ് പറയുകയാണ്, അതുകൊണ്ട് തന്നെ ആ പണക്കാരനുമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം? വളരെ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പണക്കാരനാണല്ലോ. അപ്പം നമ്മളൊക്കെ പറയാറുണ്ട്, അയാളൊരു പോലീസുകാരനാണ്, അയാളെ നമ്മൾ കമ്പനിയാക്കുന്നത് വളരെ നല്ലത്. എന്തിന്? നാളെ നമുക്ക് അയാളെ കൊണ്ട് ആവശ്യം വരും. അങ്ങനെ. അപ്പോൾ ഈ പട്ടണത്തിലുള്ള ഈ സ്റ്റോർ ഇയാളാണ്, പണക്കാരനാണ്. അത്തരത്തിലുള്ള ഒരു പണക്കാരനും ആയിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്നാണ് ആര് പറഞ്ഞത്? ബൂണ് പറഞ്ഞത്. അപ്പോൾ ബൂണ് ശരിക്കും ഒരു കണക്ക് അധ്യാപകൻ തന്നെയാണ്. എന്താ അങ്ങനെ ഞാൻ പറയാൻ കാരണം, കണക്ക് കൂട്ടലുകൾ നല്ലോണ്ട് ആർക്ക്? ബൂണിന്. ഇതെന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ആരാണ് നല്ലത് ആരാണ് ചീത്തത് എന്നുള്ളത്. അപ്പം നിങ്ങളിങ്ങനെ ആലോചിച്ചു, കണക്ക് കൂട്ടലുള്ളത് ആരാണോ അതാണ് ദുഷ്ടൻ. ആര്? ബൂണ് അല്ല. എന്താണ്? ബൂൺ, BOON. ഇനി അടുത്തത് 6ാമത്തെ ഭാഗം നിങ്ങളൊന്ന് നോക്കാം. ഈ സംസാരം അവൾ കേൾക്കുകയാണ്, മാർത്ത പുറത്ത് നിന്നിട്ട്. ദ പൗണ്ടിങ് മൈ ഇയേഴ്സ് ഡ്രൗൺഡ് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്. അവളുടെ ഹൃദയം ഇടിക്കുകയാണ്. പൗണ്ടിങ്, അവരുടെ ശബ്ദം, തർക്കിക്കുന്ന അവരുടെ ശബ്ദം കേട്ടിട്ട് അല്ലെ, ഇവളുടെ എന്താ പറയുക, പൗണ്ടിങ് മൈ ഇയേഴ്സ്, എൻ്റെ ചെവി എന്ത് ചെയ്യുകയാണ്,
ഡ്രൗൺഡ്, മുങ്ങിപ്പോയിരിക്കുകയാണ്. ഓഫ് ദ റസ്റ്റ് ഓഫ് ദ വേർഡ്സ്, വാക്കുകൾ കൊണ്ട്. ഇവർ അധ്യാപകർ പറയുന്ന വാക്കുകൾ കേട്ട് പലതും ഇവൾ കേൾക്കുന്നില്ല, ഒക്കെ മുങ്ങിപ്പോവുകയാണ് കേൾക്കുന്നത്. റേഞ്ചില്ലാതാകുമ്പോൾ നമ്മളുടെ സൗണ്ട് മുങ്ങിപ്പോവില്ലേ, അതുപോലെ. ഓൺലി എ വേർഡ് ഹിയർ ആൻഡ് ദെയർ ഫിൽറ്റേർഡ് ത്രൂ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അരിപ്പ പോലെ അരിച്ചെടുക്കുന്ന രീതിയിലാണ്. ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അരിച്ചെടുത്ത്. അവൾ വാലും തലയില്ലാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ, കുറച്ച് കേൾക്കും കുറച്ച് കേൾക്കില്ല, കുറച്ച് കേൾക്കും കുറച്ച് കേൾക്കില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ തൻ്റെ അധ്യാപകരുടെ സംസാരം മാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സംസാരമാണ് ഇവിടെ പറഞ്ഞത്. മാർത്ത ഈസ് മെക്സിക്കൻ. അതിലൊരു സാറ് പറഞ്ഞു മാർത്ത മെക്സിക്കക്കാരിയാണ്, റിസൈൻ, രാജിവെക്കുന്നു, വോണ്ട് ഡു ഇറ്റ്, അത് ചെയ്യില്ല. ഇങ്ങനെയുള്ള അപ്പോഴും ഒരു ബന്ധമില്ലാത്ത വാക്കുകളാണ് മാർത്ത കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ മാർത്ത കേൾക്കാത്തതല്ല, എന്താ പറയുക, ആ ടെൻഷൻ കൊണ്ട് അവളുടെ മൈൻഡിൽ വേറെ കുറേ ചിന്തകൾ വന്നു. അതുകൊണ്ട് ഇവരുടെ സംസാരം ശ്രദ്ധിക്കാഞ്ഞതാണ്. മിസ്റ്റർ ഷ്മിഡിറ്റ് കെയിം റഷിങ് ഔട്ട്. ഷ്മിഡിറ്റ് അല്ലെങ്കിൽ മിസ്റ്റർ സ്മിത്ത് ക്ലാസ്സിൽ നിന്നും വളരെ റഷിങ് ഔട്ട്, പുറത്തേക്ക് വന്നത് എങ്ങനെയാണ്, പാഞ്ഞു വന്നു. ആൻഡ് ക്വിക്ക്ലി ആൻഡ് ലക്കിലി, എന്താണ് ആൻഡ് ലക്കിലി ഫോർ മീ, അല്ലേ, പക്ഷെ ഭാഗ്യം കൊണ്ട്, ലക്കിലി എൻ്റെ ഭാഗ്യം കൊണ്ട്, വെൻറ്റ് ഡൗൺ ദ ഓപ്പോസിറ്റ് വേ ടുവാർഡ്സ് ദ ഓഡിറ്റോറിയം. ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വഴിയിലൂടെ ഓഡിറ്റോറിയത്തിന് നേരെയാണ് പോയത്. മാർത്ത നിൽക്കുന്നതിൻ്റെ നേരെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് വരാന്തയിൽ നിൽക്കുന്ന മാർത്തേനെ കണ്ടില്ല. ആര്? ഷ്മിഡിറ്റ് അല്ലെങ്കിൽ സ്മിത്ത്. ഇപ്പം നിങ്ങൾക്കറിയാലോ, സ്മിത്ത് അല്ലെങ്കിൽ ഷ്മിഡിറ്റ് വളരെ നല്ല മനുഷ്യനാണ്. സോ ഹി ഡിഡിൻറ്റ് സീ മീ. അതുകൊണ്ട് തന്നെ ഈ സാറ് കണ്ടില്ല എന്ന് പറയുന്നു. ഷെയ്ക്കിങ്, തരിച്ച് നിൽക്കുകയാണ് മാർത്ത. ഐ വെയിറ്റഡ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഏതാനും മിനിറ്റുകൾ ഞാൻ അവിടെ കാത്തു നിന്നു. ആൻഡ് ദെൻ വെൻറ്റ് ഇൻ. അങ്ങനെ ഞാൻ ആ ക്ലാസ് മുറിയിലേക്ക് കയറി. ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ്. അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് എന്ത് ചെയ്തു? തെരഞ്ഞു. എന്താ ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ തപ്പിത്തെരഞ്ഞു. എന്താ ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ തപ്പിത്തെരയുക, സെർച്ച് എന്ന് പറഞ്ഞാൽ തിരയലാണ്. ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തപ്പിത്തെരയുക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫോണും എമർജൻസി ഒക്കെ തിരയില്ല, അതുപോലെ ഗ്രാബ്ഡ്. അവളുടെ ബാഗ് എന്ത് ചെയ്തു? തെരഞ്ഞ് കണ്ടുപിടിച്ചു. ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം. അങ്ങനെ എന്ത് ചെയ്തു? അവൾ റൂമിൽ നിന്നും ഫ്ലഡ്, എന്താ ഫ്ലഡ്, ഫ്ലീ, FLEE, ഫ്ലീ, ഓടിപ്പോയി. അതിൻ്റെ V2 ഫോമാണ് ഫ്ലഡ്. അവൾ ആ ക്ലാസ് മുറിയിൽ നിന്നും ആ ബാഗ് എടുത്തിട്ട് ഓടിപ്പോയി. അന്നേരം മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ. ക്ലാസ് മുറിയിലേക്ക് ഞാൻ കയറി വന്നപ്പോൾ ഒരു മടിയും ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലെവലേശം പോലും ഒരു എന്താ പറയുക, സങ്കടം പോലും ഇല്ലാതെ, ഒരു കുട്ടിയോടൊന്നില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നീതിക്ക് നിരക്കാതെ തെറ്റാണ് ആര് ചെയ്യുന്നത്? മിസ്റ്റർ ബൂണ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് ഒരു കൂസലില്ലാതെ ഇയാൾ ആരെ നോക്കി എന്നാണ് പറയുന്നത്? നമ്മുടെ മാർത്തേനെ എങ്ങനെ നോക്കി. ബട്ട് ഡിഡിൻറ്റ് സേ എനിത്തിങ്. പക്ഷെ ഒന്നും എന്ത് ചെയ്തില്ല, അയാൾ പറഞ്ഞില്ല. ടു ദിസ് ഡേ, ആ ദിവസം, ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഗോട്ട് ഇൻ ട്രബിൾ ഇൻ PE. അന്ന് PE വൈകിച്ചെന്നതിന് PE ക്ലാസ്സിൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? PE ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന ഇതെടുക്കാൻ മറന്നതോടുകൂടിയാണ് അവളിതൊക്കെ കേട്ടത്. അന്ന് ഇവൾ പറയുക, ഇന്നും എനിക്ക് ഓർമ്മയില്ല അന്ന് PE ക്ലാസ്സിലേക്ക് പോയപ്പോൾ അന്ന് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലോ. കാരണം എന്താണ്? അവൾക്ക് അതിലും വലിയ പ്രശ്നമാണ് ഇവൾക്ക് ക്ലാസ്സിലുണ്ടായത് ആണല്ലോ, അല്ലേ? ഇപ്പോൾ അവൾ പറയുന്നത് എന്താ പറയുക, അത് ഓർമ്മയില്ല, അന്നത്തെ PE ക്ലാസ്സിലുണ്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം അതിലും വലുതാണ് അവിടെ ഉണ്ടായത്. ബീങ് ലേറ്റ്, ഹൗ ഐ മെയ്ഡ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദ ആഫ്റ്റർനൂൺ. അന്നത്തെ ആ വൈകുന്നേരത്തെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, അന്ന് വൈകിയതിന് എന്തെങ്കിലും ഉണ്ടായോ, PE സാർ എന്തെങ്കിലും പറഞ്ഞോ, ഇതൊന്നും അവൾക്ക് ഓർമ്മയില്ല. ഐ വെൻറ്റ് ഹോം വെരി സാഡ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വളരെ ദുഃഖിതയായിട്ടാണ് പോയത്. ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ. ഞാൻ തലയണ എടുത്ത്, പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തലയണ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? കരഞ്ഞു. ദാറ്റ് നൈറ്റ്, ആ രാത്രിയാണ് കരഞ്ഞത്, അന്നത്തെ രാത്രി. സോ ഗ്രാൻഡ് മദർ വുഡൻറ്റ് ഹിയർ മീ. അതുകൊണ്ട് ഞാൻ കരയുന്നത് ആര് കേട്ടില്ല? മുത്തശ്ശി കേട്ടില്ല. ഇവിടെയാണ് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരിക. ഡയറി ഇവിടെ ചോദിക്കും. മാർത്ത ടീച്ചേഴ്സായ ഷ്മിഡിറ്റിൻ്റെ അല്ലെങ്കിൽ സ്മിത്തിൻ്റെയും ബൂണിൻ്റെയും സംസാരം കേട്ട ദിവസത്തെ ഡയറി എഴുതാൻ. അപ്പോൾ ഇവിടെയുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 3 ദിവസങ്ങളിലായിട്ടാണ് കഥ നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ദിവസത്തെ കഥ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. എന്താണ്? മാർത്ത നമ്മുടെ PE ഷോട്ട്സ് എടുക്കാൻ മറക്കുന്നു, അതെടുക്കാൻ ക്ലാസ്സിലേക്ക് പോകുന്നു.
അധ്യാപകർ തമ്മിലുള്ള സ്മിത്തും അതുപോലെ തന്നെ ബൂണും തമ്മിലുള്ള സംസാരം കേൾക്കുന്നു. അവൾക്ക് മനസ്സിലായി ബൂണ് വാദിക്കുന്നത് ജോണിന് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കണം. ഒരു യോഗ്യതയില്ല ആർക്ക്, ജോണിന്, കാരണം അവൾക്ക് മാർക്ക് കുറവാണ്. പക്ഷെ അവളുടെ അച്ഛന് പൈസ ഉണ്ട്, ബോർഡിലെ അംഗം കൂടിയാണ്. മാർത്തയ്ക്ക് പണമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മാർത്തയ്ക്ക് കൊടുക്കണ്ട എന്നാണ് ബൂണിൻ്റെ അഭിപ്രായം. എന്നാൽ ഹിസ്റ്ററി അധ്യാപകൻ, ചരിത്രപരമായ തീരുമാനമാണ് എടുക്കുന്നത്. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, രേഖകളിൽ കൃത്രിമത്വം ഞാൻ ചെയ്യില്ല, ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് തന്നെ കൊടുക്കണം എന്നാണ് ഹിസ്റ്ററി അധ്യാപകൻ പറയുന്നത്. ഇതോടെ ആദ്യത്തെ ദിവസത്തെ സംഭവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിയുകയാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ സെക്കൻഡ് ഡേയിലെ സംഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.